ഇന്ന് കൂനൻ കുരിശ് സത്യത്തിന്റെ 373 വാർഷികമാണ്. വൈദേശികാധിപത്യത്തിനെതിരായി ഭാരത ജനത നടത്തിയ പ്രഥമ പോരാട്ടവും ആർഷഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ഭാരത ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുവർണ ലിപികളാൽ ചാർത്തപ്പെട്ടതുമായ വിശ്വവിഖ്യാത കീർത്തികേട്ട കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്ന സ്വത്വബോധമുണ്ടായിരുന്ന മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് 373 വർഷം തികയുന്നു. ഞങ്ങളും ഞങ്ങളുടെ സന്തതികളുമുള്ള ഒരു കാലം വരെയും മലങ്കര മണ്ണിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ റോമ വിശ്വാസം സ്വീകരിക്കുകയോ റോമൻ പോപ്പിന്റെ അധികാരത്തിന് വിധേയപ്പെടുകയോ ചെയ്യുകയില്ല. ഇത് സത്യം 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 എന്നാണ് കുരിശിൽ ചങ്ങല കെട്ടി വലിച്ചുകൊണ്ട് നടത്തിയ സത്യം. മാർത്തോമ സ്ലീഹായുടെ സിംഹാസനത്തിൽ പിൻഗാമികളായി മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ജാതിക്ക് കർത്തവ്യന്മാരായിരുന്ന പുരോഹിതരുടെ നേതൃത്വ വൈഭവത്തിൽ മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ ഏകനായകത്വത്തിൽ മേയിച്ചു ഭരിച്ചിരുന്ന കാലം. നെസ്തോറിയൻ പാഷണ്ഡതയെ സ്വീകരിക്കാതെ മാർത്തോമൻ പൈതൃക സ്പർശമുള്ള സത്യവിശ്വാസത്തെ ജാത്യാഭിമാനമുള്ള മലങ്കര നസ്രാണികൾ തങ്ങളുടെ നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്ന കാലം. ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യരുടെ ഭിന്നിപ്പിന്റെ വേദശാസ്ത്രം അടിസ്ഥാന വിശ്വാസമാക്കിയിട്ടുള്ള പറങ്കികൾ മലങ്കരയിലേക്ക് കച്ചവട ആവശ്യത്തിനായി എത്തിച്ചേർന്നു. കൊളോണിയൽ സംസ്കാരം മുഖമുദ്രയാക്കിയിരുന്ന പറങ്കികൾ മലങ്കര നസ്രാണികളുടെ ഇടയിൽ തങ്ങളുടെ സ്വാധികമായ ശൈലിയിൽ ഭിന്നിപ്പിന്റെ പാശ്ചാത്യ വേദശാസ്ത്രത്തിന്റെ മുകളങ്ങൾ മുളപ്പിക്കുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനവർ ആദ്യമേ അന്നത്തെ ഭരണകർത്താക്കളായിരുന്ന നാട്ടുരാജാക്കന്മാരെ പ്രീണിപ്പിച്ചുകൊണ്ട് റോമൻ ബാന്ധവത്തിന് വേരോട്ടം നടത്തുക എന്ന തങ്ങളുടെ മലങ്കരയിലെ ദൗത്യത്തിന് ശിലവാക്കി. മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദൈവാലയത്തിൽ പരക്കെ അക്രമത്തിന് തുടക്കം കുറിച്ചു. അമൂല്യമായ പല പൗരാണിക ഗ്രന്ഥങ്ങളും രേഖകളും അഗ്നിക്കിരയാക്കുകയും ശേഷിച്ചവ വത്തിക്കാനിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. മലയാളക്കരയിൽ അന്നുണ്ടായിരുന്ന ചിലരുടെ ദ്രവ്യത്തോടുള്ള ആർത്തിയും സാമ്രാജ്യത്വ നുഖത്തോടുണ്ടായിരുന്ന ഭയവും വിധേയത്വവും മുതലെടുത്ത പറങ്കികൾ നാട്ടുരാജാക്കന്മാരുടെ സമ്മതത്തോടു കൂടി മലങ്കരയിലെ പൗരാണിക മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗം ആളുകളെയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കി റോമൻ ബാന്ധവത്തിന് കീഴിലാക്കുകയും ബലപ്രയോഗത്തിലൂടെ മലങ്കര നസ്രാണികളുടെ പൗരാണിക ദൈവാലയങ്ങൾ കൈയടക്കുകയും ചെയ്തു. എന്നാൽ മാർത്തോമൻ പൈതൃക വിശ്വാസത്തെ നെഞ്ചിലേറ്റിയ ഒരു പറ്റം വിശ്വാസികൾ റോമൻ ബാന്ധവത്തിനെതിരായി സധൈര്യം പറങ്കിപ്പടയോട് ചേർത്തു നിന്നു. ഇതിനെ ഇപ്പോൾ ചില പണ്ഡിതമന്യന്മാർ സമ്പാളൂർ പാതിരിമാർക്കെതിരെയായിരുന്നു കൂനൻ കുരിശ് സത്യമെന്നും പോപ്പിനെതിരെ അല്ലായിരുന്നു എന്നുമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1599 ഉദയം പേരൂർ സുന്നഹദോസിലൂടെ മലങ്കര സഭയിലെ ആദ്യ പിളർപ്പ് പൂർണ്ണമായി. മലങ്കര മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൗരാണികമായ നിരവധി പ്രമുഖ ദൈവാലയങ്ങൾ അതോടെ റോമൻ ബാന്ധവത്തിന് കീഴിലായി. ഇങ്ങനെ 50 വർഷത്തോളം കടന്നുപോയി. അതായത് ഒരു തലമുറ കടന്നുപോയി, പുതിയ ഒരു തലമുറ ജനിച്ചു വളർന്നു. ഇങ്ങനെ വളർന്ന പുതിയ തലമുറ പൂർണ്ണമായും റോമൻ കത്തോലിക്ക വിശ്വാസ ആചാരങ്ങളിൽ ആകൃഷ്ടരായി വളർന്നു വരുവാൻ വേണ്ട സംവിധാനം വത്തിക്കാന്റെ സഹകരണത്തോടെ ഇവിടെയുള്ള പാശ്ചാത്യ സഭയുടെ പുരോഹിത മിഷനറി കൂട്ടങ്ങൾ ഒരുക്കി. അന്ധമായ കത്തോലിക്ക വിശ്വാസം ആ തലമുറയിൽ കൂടി ആഴത്തിൽ വളർത്തിയെടുത്താൽ പിൽക്കാലത്ത് മലയാളക്കര മുഴുവനായി റോമൻ പോപ്പിന്റെ അധികാരത്തിന് വിധേയത്വം കൽപ്പിക്കുന്ന ഒരു സമുദായമായി തീരുമെന്നവർ പ്രതീക്ഷിച്ചു. ഒരു പരിധിവരെ അക്കാര്യത്തിൽ വത്തിക്കാൻ വിജയിച്ചു. മിഷനറി പ്രവർത്തനങ്ങളുടെ പേരിൽ വത്തിക്കാനിൽ നിന്നും ലഭിച്ച ധനസഹായം ഇവിടുത്തെ കത്തോലിക്ക റീത്തുകാർ ഫലപ്രദമായി വിനിയോഗിച്ച് റോമൻ സഭയുടെ റീത്തുകൾ ഇവിടെ വളർത്തി. ഇതാണ് പിൽക്കാലത്ത് കേരളത്തിലുണ്ടായ റോമൻ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് സുപ്രധാന കാരണം. എത്രയൊക്കെ ആയാലും അവർ നേടിയതൊന്നും ഒരിക്കൽ വലിച്ചെറിഞ്ഞ മാർത്തോമൻ പൈതൃകത്തിന് തുല്യം ചാർത്താൻ ഉതകുന്നതല്ല എന്ന മലബാർ റീത്തിലെ ഒരു വിഭാഗത്തിനുണ്ടായ തിരിച്ചറിവാണ് മലബാർ റീത്തിലെ ഇന്നത്തെ സംഭവ വികാസങ്ങൾക്ക് മൂലകാരണം. 1929 ആഗ്രഹിച്ച സ്ഥാനം ലഭിക്കാത്തപ്പോൾ സ്വഗുരുവും മലങ്കരയുടെ ക്രാന്തദർശിയായ പിതാവുമായിരുന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയോട് മറുതലിച്ച് വാർത്തോമ സ്ലീഹായുടെ ശുദ്ധസഭയെ വലിച്ചെറിഞ്ഞ് റോമൻ ബാന്ധവത്തെ പുലുക്കിയ പണിക്കര് വീട്ടിൽ മാർ ഇവാനിയോസ് മെത്രാച്ചൻ അടിസ്ഥാന ശിലപാകി തുടക്കം കുറിച്ച മലങ്കര റീത്തിന്റെ അനുഭവവും വ്യത്യസ്തമല്ല. വിവിധ വേഷങ്ങളും സ്ഥാനനാമങ്ങളും മാറി മാറി സ്വയം എടുത്തണിഞ്ഞിട്ടും സത്യസഭയായ മലങ്കര സഭയുടെ പദവിയും അംഗീകാരവും എങ്ങനെയെങ്കിലും കരസ്ഥമാക്കിയാലേ തങ്ങൾക്കൊരു അസ്തിത്വമുള്ളൂ എന്ന തിരിച്ചറിവാണ് വത്തിക്കാൻ ചാർത്തിക്കൊടുത്ത റീത്തുകൾക്ക് ലഭിക്കാവുന്ന പരമോന്നത സ്ഥാനമായ കർദിനാൾ, മേജർ ആർച്ച് ബിഷപ്പ് എന്നീ സ്ഥാനനാമങ്ങളിൽ പോലും തൃപ്തരാകാതെ വത്തിക്കാനില്ലാത്ത കാത്തോലിക്ക എന്ന സ്ഥാനം സ്വയം അവരണിഞ്ഞത്. എന്നിട്ടും തൃപ്തി വരാതെ മലങ്കര മൂപ്പൻ, മലങ്കര മെത്രാപ്പോലിത്ത എന്നീ സ്ഥാനങ്ങൾ കൂടി സ്വായത്തമാക്കാൻ മലങ്കര റീത്ത് ശ്രമിക്കുന്നത് മലങ്കരയുടെ പൂർവിക സാക്ഷാൽ പൈതൃകമായ
മാർത്തോമൻ പൈതൃക സംസ്കാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും വിളിച്ചോതുന്നതിന് ഉദാഹരണമാണ്. മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദൈവാലയങ്ങൾ കൈയടക്കിയിട്ടും പൗരാണിക ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കിയിട്ടും ശേഷിച്ച രേഖകളും ഗ്രന്ഥങ്ങളും വിലപിടിച്ച മറ്റ് അമൂല്യ വസ്തുവകകളും വത്തിക്കാനിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ടും റോമൻ പോപ്പിന്റെ അനുയായികൾക്ക് തൃപ്തി കൈവന്നില്ല. അതിനു പ്രധാന കാരണം തങ്ങളുടെ പൗരാണിക ദൈവാലയങ്ങൾ ഉൾപ്പെടെ മൂല്യമേറിയ സകലതും നഷ്ടപ്പെട്ടിട്ടും മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം സകല ത്യാഗങ്ങളും പീഡകളും സഹിച്ച് തങ്ങളുടെ മാർത്തോമൻ പൈതൃകത്തിലുള്ള സത്യവിശ്വാസത്തിന്റെ കാവൽഭടരായി നിലകൊണ്ടത് റോമൻ നുഖത്തിന്റെ പ്രചാരകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദ്രവ്യത്തോടുള്ള ആർത്തിയും ഭീഷണിപ്പെടുത്തലോടുള്ള ഭയവും നിമിത്തം റോമൻ ബാന്ധവത്തെ പുൽക്കിയവർ നാളെ ഒരിക്കൽ തിരിച്ചു ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും അന്നേ അവർ ഭയപ്പെട്ടിരുന്നു. പറങ്കികൾ എന്ന് ഭയപ്പെട്ടിരുന്നത് സാധൂകരിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്തിൽ കേരളത്തിലെ മലബാർ റീത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് റോമൻ ബാന്ധവത്തെ അറബിക്കടലിനപ്പുറത്ത് ഒതുക്കി നിർത്തി അവരിന്ന് പൗരാണികമായ മലങ്കര മാർത്തോമൻ പൈതൃകത്തെ പുൽക്കുമ്പോൾ മലബാർ റീത്തിൽ അലയടിക്കുന്ന വിള്ളൽ ചൂണ്ടിക്കാണിക്കുന്നത് കാലത്തിന്റെ കണക്ക് പുസ്തകം തുറന്നു തന്നെയിരിക്കുന്നു എന്ന വലിയ സത്യത്തെയാണെന്ന യാഥാർത്ഥ്യം ചങ്ങനാശ്ശേരിക്കാർക്കൊപ്പം ചിന്താശേഷിയുള്ള പൊതുസമൂഹവും മനസ്സിലാക്കിയിരിക്കുന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾ മലങ്കരയിൽ ഉള്ളിടത്തോളം കാലം മലങ്കരയിൽ പൂർണ്ണമായ ഒരു കത്തോലിക്കാവൽക്കരണം സാധ്യമല്ലെന്ന തിരിച്ചറിവിൽ മാർത്തോമ ക്രിസ്ത്യാനികളെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യുവാൻ പറങ്കികൾ ആവുന്നത്ര ശ്രമിച്ചിരുന്നു. പറമ്പിൽ ചാണ്ടി കത്തനാരെ പോലുള്ള ഒറ്റുകാരെ പറങ്കികൾക്ക് വംശവധരാക്കാൻ കഴിഞ്ഞെങ്കിലും ജാത്യാഭിമാനം ഉണ്ടായിരുന്ന ഒരൊറ്റ മാർത്തോമ ക്രിസ്ത്യാനിയെ പോലും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നത് തന്നെയായിരുന്നു മലങ്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളോടുള്ള പറങ്കികളുടെ അസൂയയ്ക്കും പകയ്ക്കും കാരണവും മാർത്തോമൻ ശുദ്ധസഭയുടെ വിജയവും. മലങ്കരയിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും തങ്ങൾക്കൊരു വീണ്ടെടുപ്പിനും മാർത്തോമൻ ശുദ്ധസഭയുടെ സത്യവിശ്വാസത്തിന് യാതൊരു ഭംഗവും സംഭവിക്കാതെ കരുതുന്നതിനുതകുന്ന പൗരോഹിത സ്ഥാനികളെ വാഴിച്ചവരോധിക്കുന്നതിലേക്കുമായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സുറിയാനി പാരമ്പര്യത്തിലുള്ള പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായി മലങ്കരയിലെ ജാതിക്ക് കർത്തവ്യനായ പുരോഹിതന്റെ നേതൃത്വത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ ബന്ധപ്പെട്ടു. മലങ്കര മാർത്തോമ ക്രിസ്ത്യാനികളുടെ സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും സത്യവിശ്വാസത്തിലേക്ക് തങ്ങളെ നയിക്കുവാനുമായി പൗരസ്ത്യ ദേശത്തു നിന്നും മലങ്കരയിലേക്ക് എഴുന്നള്ളിയ ഒരു വന്ധ്യവയോധികനായ പുണ്യപിതാവിനെ പറങ്കികൾ അറബിക്കടലിൽ കൊന്ന് കല്ലുകെട്ടി താഴ്ത്തി എന്ന ഹൃദയഭേദകമായ വാർത്തയാണ് ഒരു സുപ്രഭാതത്തിൽ മലങ്കര മാർത്തോമ ക്രിസ്ത്യാനികൾ നൊമ്പരത്തോടെ ശ്രവിച്ചത്. റോമൻ പോപ്പ് ബിഷപ്പായി വാഴിച്ചയച്ച കരിയാറ്റിൽ ജോസഫ് മൽപ്പാനെ കപ്പലിൽ വെച്ച് കൊന്ന് കടലിലെറിഞ്ഞവർക്ക് ഒരു സുറിയാനി പിതാവിനെ കൊല്ലാൻ വലിയ മനസാക്ഷിക്കുത്തൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും തങ്ങളുടെ വിഡ്ഢിത്തങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തവരെ കൊല്ലുന്ന പാരമ്പര്യം റോമാ സഭയ്ക്ക് പണ്ടേയുണ്ടല്ലോ. ചെയ്തതൊക്കെ തെറ്റെന്ന് സമ്മതിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കുമെന്നേയുള്ളൂ. അന്നവർ ചെയ്ത തെറ്റുകൾ തെറ്റെന്ന് ലോകത്തിന് മനസ്സിലായിട്ടും ജോൺ പോൾ രണ്ടാമൻ പോപ്പ് വേണ്ടി വന്നു അതിനെ തെറ്റെന്ന് സമ്മതിക്കാൻ. തങ്ങളുടെ രക്ഷയ്ക്കായി മലയാളക്കരയിലേക്ക് എഴുന്നള്ളിയ ആ പുണ്യാത്മാവ് ആരെന്നറിയാൻ മാർത്തോമ ക്രിസ്ത്യാനികൾ വ്യഗ്രത പൂണ്ടു. അന്ത്യോക്യയിലെ ശുദ്ധമുള്ള സ്ലീഹായ്ക്കടുത്ത സിംഹാസനത്തിലെ പരിശുദ്ധ മോറോൻ പാത്രിയാർക്കീസ് ആയിരുന്ന മോർ അഹത്തുള്ള ബാവയായിരുന്നു മലയാളക്കരയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആവശ്യപ്രകാരം മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന പുണ്യാത്മാവ് എന്ന സത്യം കൗതുകത്തോടെയും അതിലേറെ ഭയഭക്തി ബഹുമാനത്തോടെയും മലങ്കര മാർത്തോമ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു. അന്ത്യോക്യ സിംഹാസനത്തെ ഭാഗ്യമോടി അലങ്കരിച്ചിരുന്ന പുണ്യപിതാക്കന്മാരായ അഗ്നിമയനായ മോർ ഇഗ്നാത്തിയോസിനെ പോലും ശുദ്ധമുള്ള മോർ അഹത്തുള്ള ബാബായെ പോലും സുറിയാനി സഭയുടെ പാരമ്പര്യത്തിനും ഓർത്തഡോക്സ് വിശ്വാസത്തിനുമായി ത്യാഗം സഹിച്ച പിതാക്കന്മാരോടുള്ള ആദരവും ബഹുമാനവുമാണ് പിന്നീട് ആ ശുദ്ധമുള്ള സിംഹാസനത്തെ ഭാഗ്യമോടെ പുൽകിയ പിൻതലമുറക്കാരോട് മലങ്കര സഭ കാണിച്ചതും ഇന്നും കാണിക്കുന്നതുമായ ബഹുമാനം. അതിനാലാണ് സുറിയാനി പാരമ്പര്യവും ഓർത്തഡോക്സ് വിശ്വാസവും ഒരേ ആരാധനാ പാരമ്പര്യവുമുള്ള അന്ത്യോക്യ പാത്രിയാർക്കേറ്റിൽ ആരൂഢനായിരിക്കുന്ന സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിന് സമന്മാരിൽ മുമ്പനെന്ന ആത്മീയ ശ്രേണി നൽകിക്കൊണ്ട് പൗരസ്ത്യ കാതോലിക്കേറ്റ് ഇന്നും സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനെ തങ്ങളുടെ ചോദ്യം ചെയ്യാനാകാത്ത ഭരണഘടന പ്രകാരം അംഗീകരിക്കുന്നത്. റോമൻ പോപ്പിന്റെ അധിനിവേശത്വം മലങ്കരയിൽ ഉറപ്പിക്കുന്നതിനായി പറങ്കികൾ തങ്ങളുടെ രക്ഷയ്ക്കായി മലയാളക്കരയിലേക്ക് എഴുന്നള്ളിയ പൗരസ്ത്യ സുറിയാനി സഭാപിതാവിനെ കിരാതമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് AD 1653 മകരമാസം 3 മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടുകയും പള്ളിയുടെ കുരിശിൽ വലിയൊരു വടം കെട്ടി എല്ലാ വിശ്വാസികളും അതിൽ പിടിച്ചുകൊണ്ട് ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ ചൊല്ലിക്കൊടുത്ത സത്യം മലങ്കരയിലെ ആയിരക്കണക്കിനായ മാർത്തോമൻ വിശ്വാസധീരർ ഉച്ചസ്വരത്തിൽ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ വിശ്വാസം അവിടെ പ്രഘോഷിച്ചു.
ശേഷം അവിടെ കൂടി വന്ന ജനം മൂപ്പ് മുറയുള്ള 12 പുരോഹിതരുടെ കൈവെപ്പിൽ തോമ ആർക്കതിയാക്കോരെ തങ്ങളുടെ നേതാവും ജാതിക്ക് കർത്തവ്യരുമായി മാർത്തോമ ഒന്നാമൻ എന്ന നാമധേയത്തിൽ മാർത്തോമൻ മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രഥമ മലങ്കര മൂപ്പനായി അവരോധിച്ചു. വീണ്ടും മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന പൗരസ്ത്യ ദേശത്തെ മഫ്രിയാനിയായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ സക്രള്ള മോർ ബസേലിയോസ് ബാവ മട്ടാഞ്ചേരി പള്ളിയിൽ താമസിക്കുകയും ആ ദേവാലയത്തിനുള്ളിൽ വെച്ച് തന്റെ നാഥന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. മലങ്കര മൂപ്പന്മാരായിരുന്ന മലങ്കര മെത്രാപ്പോലിത്തമാർ മട്ടാഞ്ചേരി പള്ളിയിൽ താമസിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തിരുന്നു. മലങ്കരയിലെ അനാവശ്യ കക്ഷി വഴക്കുകൾ നല്ല രീതിയിൽ തന്നെ പള്ളിയെയും ബാധിച്ചു. ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് ദീർഘകാലം പൂട്ടപ്പെട്ട് കിടന്നിരുന്ന ദേവാലയം ജീർണാവസ്ഥയിലായി. സഭാ തർക്ക കേസുകളെല്ലാം പര്യവസാനിച്ച സാഹചര്യത്തിൽ 2002 ആണ്ടോടെ മട്ടാഞ്ചേരി പള്ളിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. മലങ്കരയിലെ 6ാം പൗരസ്ത്യ കാതോലിക്കയായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ മലങ്കര മെത്രാപ്പോലിത്ത തിരുമേനി മുൻകൈയെടുത്ത് മട്ടാഞ്ചേരി കൂനൻ കുരിശുപള്ളി പുനരുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ പൈതൃക സ്മാരകവും തീർത്ഥാടന കേന്ദ്രവുമാക്കി മട്ടാഞ്ചേരി കൂനൻ കുരിശുപള്ളിയെ പ്രഖ്യാപിച്ചു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്ന മട്ടാഞ്ചേരി കൂനൻ കുരിശുപള്ളി പൈതൃക സ്മരണ വിളിച്ചോതിക്കൊണ്ട് കേരളത്തിന്റെ പൈതൃക തലസ്ഥാനമായ മട്ടാഞ്ചേരി ബസാറിൽ തലയുയർത്തി നിൽക്കുമ്പോൾ തന്നെ റോമൻ കത്തോലിക്ക സഭയും തങ്ങളുടെ കൂനൻ കുരിശാണെന്ന് ധരിപ്പിച്ച് ഭ്രാന്തൻ കുരിച്ചന്റെ കുരിശ് എന്ന പേരിൽ ഒരു കുരിശിനെ അവിടെ തന്നെ ഉയർത്തിക്കാട്ടുമ്പോൾ മാർത്തോമൻ ക്രിസ്ത്യാനികളോടുള്ള പറങ്കികളുടെ വിരോധത്തിന്റെ അവശേഷിക്കുന്ന തെളിവായി ഇന്നും അതവിടെ നിലകൊള്ളുന്നു. നാനാജാതി മതസ്ഥരായ നിരവധി ആളുകൾക്ക് അഭയകേന്ദ്രമായി പരിലസിക്കുന്ന വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി കൂനൻ കുരിശ് ദേവാലയത്തിലേക്ക് ഭാരതത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ വിശ്വാസികൾക്കൊപ്പം ലോകത്തിന്റെ 4 ദിക്കിലുമുള്ള സഞ്ചാരികളും തീർത്ഥാടകരായി എത്തിച്ചേരുന്നുണ്ട്.